വലിയ വെള്ളപ്പൊക്കങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും 1924 ജൂലൈയിലെ വെള്ളപ്പൊക്കമാണ് ചരിത്രരേഖകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ടത്. കൊല്ലവർഷം 999 സംഭവിച്ചതായതുകൊണ്ട് 99 വെള്ളപ്പൊക്കമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ പഴമക്കാർ പറയുന്ന കേട്ട ആളുകൾ, പുതിയ ആളുകളും പറയും 99 വെള്ളം. 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 924 വെള്ളപ്പൊക്കമാണെന്ന് ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് അന്ന് നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. ഇന്നും മഴ പെയ്താൽ വെള്ളത്തിലാവുന്ന പ്രദേശങ്ങളൊക്കെയാണ് അന്നും വെള്ളത്തിലായത്. എല്ലായിടത്തും വെള്ളം കയറി. നമ്മുടെ ചാലയിൽ അവിടെ കമ്പി ഓഫീസൊക്കെ അവിടെയായിരുന്നു. അന്ന് ടെലഗ്രാഫ് ഓഫീസ് എന്ന് പറയുന്നത്, പോസ്റ്റ് ഓഫീസ് എല്ലാം നാശനഷ്ടം, കമ്മ്യൂണിക്കേഷനൊക്കെ തകർന്നു. പിന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത വിധത്തിലായി. താഴ്ന്ന പ്രദേശങ്ങളിൽ തെങ്ങിൻ പൊക്കത്തോളം വെള്ളം മുങ്ങിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെങ്ങുകൾ പോലും അതിൻ്റെ മണ്ട വരെ വെള്ളത്തിൻ്റെ അടി. അപ്പോൾ അത്ര പൊക്കത്തിൽ ചില ഭാഗമാണ് വന്നിരുന്നു. പക്ഷേ അതിന് അവസാനം ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം കുറേശ്ശെ താഴാൻ തുടങ്ങിയത്. ഒരുപാട് നാശനഷ്ടം ഉണ്ടായി. എത്ര ആൾ മരിച്ചൊന്നും തിട്ടമില്ല. ആ വെള്ളപ്പൊക്കം വിതച്ച നാശനഷ്ടത്തിൽ മനംനൊന്താണത്രേ ശ്രീമൂലം രാജാവ് നാടു നീങ്ങിയത്. നൂറ്റാണ്ടുകളിൽ വെള്ളപ്പൊക്കം ആവർത്തിക്കുമെന്ന് പറയുന്നവരുണ്ട്. ചെന്നൈയിലെ വെള്ളപ്പൊക്കം ഇതിന് തെളിവാണെന്നും അവർ പറയുന്നു. ഇതിന് അടിസ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെന്നൈയിൽ നിന്ന് കേരളം പഠിക്കേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് 99 വെള്ളപ്പൊക്കത്തിന്റെ ഓർമ്മ നൽകുന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.